എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദൈവപൂർവ്വം കേട്ടുള്ളണമേ. ആമേൻ. മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അൾത്താനെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. പിരിയാതെ പുൽകി തഴുകുന്ന പരമപിതാവിന്റെ അനന്ത സ്നേഹം പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര മരുഭൂവിൻ ചൂടേറ്റുവാടിയിടും നേരത്ത് തണലേകും മേഘമായി മാറും സ്നേഹം മാടിയിളിച്ചെന്നെ മാറോടു ചേർത്തെന്നു കുളിർധാരയേറുന്ന ദൈവസ്നേഹം മാറായിലേ ജലം മധുരമായി തീർത്ത നീ മന്നയും കാടയും പൊഴിച്ചു നൽകി മറുതലിക്കുമ്പോഴും പിറുപിറുക്കുമ്പോഴും തഴുകി തലോടുന്ന ദിവ്യ സ്നേഹം അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമേ സ്നേഹബലം വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ആത്മാവിലാഴുന്ന ദൈവസ്നേഹം യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 54-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യവാനായ ദൈവമേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓൺലൈനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തിരഞ്ഞെടുത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാനും സ്നേഹത്തിൽ പരസ്പരം ജീവിക്കുവാനും ഞങ്ങൾ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നവരെയും എല്ലാ റിസോഴ്സ് ടീമിനെയും മെന്റേഴ്സിനെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഏറ്റു നടത്തുന്ന കാര്യങ്ങളെ പൂർണ്ണതയോടെ നിർവഹിക്കുവാനും ശക്തിയും കഴിവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങൾക്ക് സന്ദേശം നൽകുകയും ചെയ്യുന്ന എല്ലാ വൈദികരെയും നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം അവരിൽ ചൊരിയണമേ. മിസിയോ ബാച്ച്
ട്വന്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. സൂം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന കുടുംബത്തെയും അത് പ്രവർത്തിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നടക്കുന്നതിനും യാതൊരു ഇന്റർനെറ്റ് തടസ്സവും കൂടാതെ എല്ലാം ഭംഗിയായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ പ്രൊവിൻസ് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അമ്മേ മാതാവേയും അങ്ങേ വിമല ഹൃദയം വഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിസ്യോ പ്രിലിംസ് 20ാമത്തെ ബാച്ചിന്റെ 2ാമത്തെ സെഷൻ ജപമാല പ്രാർത്ഥനയാൽ സജീവമാക്കിയ സെൽഡ ജോർജ്, സെൽഡ ചേച്ചിക്കും കുടുംബത്തിനും നല്ലൊരു പ്രാരംഭഗാനത്താൽ നമ്മെ എല്ലാവരെയും ദൈവിക സാന്നിധ്യത്തിലേക്ക് നയിച്ച ജെയിൻ ജോണിനും നല്ലൊരു പ്രാർത്ഥനയാൽ ഈ ഒരു സെഷന്റെ വിജയത്തിനായി പ്രാർത്ഥിച്ച സജിമോൻ ചേട്ടനും ഒത്തിരി നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ബൈബിൾ മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. 7 നിത്യസത്യങ്ങളിൽ 1ാമത്തെ നിത്യസത്യമായ ദൈവ സ്നേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസ്യോയുടെ രക്ഷാധികാരി അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവിന്റെ അസാന്നിധ്യത്തിൽ പിതാവിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ ഒരു സെഷൻ ഫൈനൽ ബ്ലെസ്സിംഗ് നൽകുന്നത് റവർ ഫാദർ മാത്യു പുതിയത്. അച്ഛനെയും വൈൻഡ് അപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ AJ അഗസ്റ്റിൻ ചേട്ടനെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് വചനപ്രഘോഷണം നടത്തുന്നതിനായി പൗലോസ് ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചാണ്. ദൈവസ്നേഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മളെ വേദപാഠ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ദൈവസ്നേഹമാകുന്നുവെന്ന മനോഹരമായ വചനമായിരുന്നു. പക്ഷെ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ദൈവസ്നേഹം എന്നൊന്നുണ്ടോ, അതോ അത് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ഒരു ആശയം മാത്രമാണോ എന്ന്. ദൈവത്തിന്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിന്റെ അസ്തിത്വവും നമ്മുടെ ജീവിതത്തിലെ നിരന്തര സാന്നിധ്യവും അംഗീകരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവസ്നേഹം എന്ന ആ സത്യത്തെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ നമുക്ക് അനുഭവിക്കാനാവും. ലോകത്തിൽ ഇന്നേ വരെ അചേതന വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുവാനോ അചേതന വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുവാനോ മനുഷ്യന് സാധിച്ചിട്ടില്ല, ഇനിയോട്ട് സാധിക്കുകയുമില്ല. അതിന് കാരണം ജോബിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവനുകളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ കുറെ അധ്യായങ്ങൾ സൃഷ്ടിയുടെ വിവരണമാണ്. ആ സൃഷ്ടിയുടെ വിവരണം നടത്തുന്ന ഭാഗങ്ങൾക്ക് ചരിത്രത്തിന്റെ പിൻബലമില്ല എന്ന് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച തീം ഇതാണ്: ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് ഓരോ മനുഷ്യനും ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. ദൈവം തന്നെ മനസ്സിനിണങ്ങിയവനെന്ന് സങ്കീർത്തകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവജനം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തകൻ തന്റെ 139-ാം അധ്യായത്തിലെ 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞു. അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അവിടെ എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അങ്ങയുടെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വിസ്മയകരമായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും അവിടെ എന്നെ നിഗൂഢതയിൽ മെനഞ്ഞപ്പോഴും എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ അങ്ങയുടെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളെ ഉണ്ടാവുന്നതിന് മുമ്പേ അവിടുന്ന് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. നാം അറിയുക, ദൈവം എത്രമാത്രം ശ്രദ്ധയോടും
എത്രമാത്രം താല്പര്യത്തോടുമാണ് ഓരോ മനുഷ്യജീവൻ സൃഷ്ടിക്കപ്പെടുകയെന്ന്. നമ്മൾ ഓരോരുത്തരും യാദൃശ്ചികയുടെ സൃഷ്ടിയല്ല, ആരും യാദൃശ്ചികമായിട്ട് ഉണ്ടായതുമല്ല. ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച്, ദൈവസ്നേഹത്തിൽ ചാലിച്ചാണ് നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വീണ്ടും തിരുവചനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സൃഷ്ടിയുടെ ഓരോ ഘട്ടവും ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളായിട്ടാണ് നാം വായിച്ചു തീർക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരെയും യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തന്നെ ദൈവസ്നേഹത്തിന്റെ തെളിവാണ്. കാരണം അത് നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ തീരുമാനം കൊണ്ട് കൂടിയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ മറ്റൊരു പ്രത്യേകത യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആത്മീയമായിട്ട് ഏത് തകർന്ന അവസ്ഥയിലായിക്കോട്ടെ, നമ്മൾ എത്ര മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളായിക്കോട്ടെ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. യേശയ്യാ പ്രവചനം 49-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങളിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ദൈവം പറയുകയാണ്, നിന്റെ അവസ്ഥ എന്തായിരുന്നാലും, നീ ഏത് മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നാലും, നിന്റെ പോരായ്മകൾ എനിക്കറിയാം, നിന്റെ കുറവുകൾ ഞാൻ കാണുന്നുണ്ട്, നിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ അറിയുന്നുണ്ട്, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും. ദൈവം ഇത്രയേറെ മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശാസിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കോപിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തെ നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെയെന്ന് ഇവിടെ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ മോൻ കുസാറ്റിൽ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് പറയുകയാണ്, അപ്പച്ച അടുത്ത വ്യാഴാഴ്ച എന്നെ ഒരു DJ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഞാനും ഫ്രണ്ട്സും കൂടി അതിന് പോകുന്നു. ഞാൻ ചോദിച്ചു, മോനെ എവിടെയാണ് DJ പാർട്ടി? എൻ്റെ ഒരു ഫ്രണ്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക്, പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോകുന്നത് ശരിയല്ല. കാരണം അവിടെ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാൻ പാടില്ല. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് അവൻ പോയില്ല, എനിക്ക് സന്തോഷം. പക്ഷേ അവൻ പോണമെന്ന് ശഠിച്ചിരുന്നെങ്കിലോ ഞാൻ തീർച്ചയായിട്ടും കോപിക്കുകയും ചെയ്യും, ശാസിക്കുകയും ചെയ്യും. ഇനി എൻ്റെ വാക്ക് കേൾക്കാതെ അവൻ പോയിരുന്നെങ്കിലോ കോപിക്കുക മാത്രമല്ല, ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എനിക്ക് അവനോട് സ്നേഹമില്ലെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മക്കളോട് കോപിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ടാവും. ഇവിടെ നമ്മൾ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉടനീളം കാണുന്നത് ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്നും കൂടെ നടന്ന് അവരെ നയിച്ചിട്ടും ഇസ്രായേൽ ജനം വഴിതെറ്റി പോകുന്നതാണ്. കാരണം ഇങ്ങനെ വഴിതെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തിന്റെ തിരിച്ചു വരവിന് വേണ്ടി കൊതിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉടനീളം കാണുന്നത്. ഇവിടെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വീണ്ടും ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് പാപത്തിൽ വീണു പോയി കഴിഞ്ഞപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ ശിക്ഷിച്ച് പുറത്താക്കിയതായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നാം ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞു, നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദൈവവുമായിട്ടുള്ള പങ്കാളിത്തത്തിൽ ഭൂമിയെ മനോഹരമാക്കിക്കൊണ്ട് ഒരു പരദീസ അനുഭവത്തിൽ നിത്യതയിലെത്തേണ്ട ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരാ നിത്യനാശത്തിൽ, അല്ലെങ്കിൽ പാപം ചെയ്ത അവസ്ഥയിൽ നിത്യനാശത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് അവരിൽ നിന്ന് ഈ പരദീസ അനുഭവം എടുത്തു കളഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തിന് ആദ്യ മാതാപിതാക്കൾക്ക് ഒരു പ്രോമിസ് ദൈവം കൊടുക്കുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ആ പ്രോമിസ് നിറവേറ്റിക്കൊണ്ട് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ വിശ്വസ്തത ദൈവം പ്രകടമാക്കുന്നുണ്ട്. കാരണം ജെറമ്യാ പ്രവചനം 31:3 നാം വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നത് ദൈവം അനന്തമായിട്ട് അചഞ്ചലമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ നയിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം 54:10 നാം വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്,
നിന്നോടുള്ള വിശ്വസ്തത, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എന്റെ സ്നേഹം നിന്നെ തിരികെയില്ല, നിന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹം എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ കുലങ്ങളിലുമുള്ള മനുഷ്യർക്ക് ഉള്ളതായതുകൊണ്ട് അതൊരു നിത്യസത്യമായാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു അമ്മയുടെ ഭ്രൂണത്തിൽ ഉരുവാകുന്ന ഒരു ഏകകോശം, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ഒരു കോശം വളർന്ന് വിഭജിച്ച് അത് മനുഷ്യരൂപം പ്രാപിക്കണമെങ്കിൽ അതിൽ എത്ര കോടി കമാൻഡുകൾ ഉൾക്കൊള്ളിച്ചാലാണ്. കാരണം സൃഷ്ടിയുടെ സങ്കീർണത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. കാരണം ആ ഒരു കോശം വിഭജിച്ച് കുറെ കോശങ്ങൾ ഹൃദയമാകുന്നു, കുറെ കോശങ്ങൾ ചെവിയായി മാറുന്നു, കുറെ കോശങ്ങൾ കണ്ണാകുന്നു. നമ്മളുടെ കൈയും കാലും ഒക്കെ രൂപപ്പെട്ട് ഒരു മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 800 കോടി ജനങ്ങൾക്കും 800 കോടിയിലധികം വരുന്ന ജനങ്ങൾക്കും അത്ര തന്നെ വ്യത്യസ്തമായ വിരലടയാളങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ഓരോ വ്യക്തിയെയും എത്ര തനത് ശ്രദ്ധയോടെയാണ്, എത്ര നൈപുണ്യത്തോടെയാണ് ദൈവം സൃഷ്ടിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ വ്യക്തിയും ദൈവത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തരാണ്. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ പാരമ്യം അല്ലെങ്കിൽ ആ അനന്യത നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ദൈവം പറയുന്ന ഇതാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ നിങ്ങളെ വഹിക്കും, നിങ്ങൾ നര ബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഏഷ്യ 46:4 നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലുറപ്പിക്കാനാണ് ഞാൻ വീണ്ടും ഈ തിരുവചനങ്ങൾ കോട്ട് ചെയ്തത്. ദൈവം നമ്മളെ അനന്തമായി സ്നേഹിക്കുന്നു. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ വ്യക്തിപരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു. അത് നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരായി പങ്കുവച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ നമ്മൾ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് ചേർത്ത് വെച്ച്, നിങ്ങളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുഴുവൻ ദൈവസ്നേഹത്തെ ധ്യാനിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള അറിവ്, അത് പള്ളിയിലായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള അറിവ് നമുക്ക് കൂടുതൽ നന്മയിൽ ജീവിക്കാനായിട്ട്, കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പൗലോസ് ചേട്ടാ. ടെസ്റ്റ് മണിക്കായി മിസ്സിസ് റോസ്മേരി ചേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചേച്ചി മ്യൂട്ടാണേ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 94:17-18 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എന്റെ പേര് റോസ്മേരി, പുനലൂർ രൂപത പത്തനാപുരം സെന്റ് ആൻസ് ചർച്ച് ഇടവകയിലെ അംഗമാണ്. ജീവിത പങ്കാളി 2 ആൺമക്കൾ. മൂത്ത മകൻ വിവാഹിതനാണ്, അവനൊരു മകനുണ്ട്. ഇളയ മകൻ അവിവാഹിതൻ. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം പുനലൂർ സോണിന്റെ മുൻ കോർഡിനേറ്റർ ആയിരുന്നു. 25 വർഷം മതാധ്യാപികയായി ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകും. അത്രയേ എൻ്റെ ആത്മീയ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മിസ്സിയോയുടെ 15 മുതൽ 19 വരെയുള്ള ബാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് 2 പ്രാവശ്യം ക്യാൻസർ വന്നു. 2022 ഏപ്രിൽ മാസം ആദ്യമായി ക്യാൻസർ സ്ഥിരീകരിച്ചു. യൂട്രസിലായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തു. RCCയിൽ 8 കീമോയും 27 റേഡിയേഷനും എടുത്തു. അതിനുശേഷം 4 ചെക്കപ്പ് ഉണ്ടായിരുന്നു. 4 മാസം കൂടുമ്പോഴായിരുന്നു ആ ചെക്കപ്പ്. 4ാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു, 1 പ്രാവശ്യം കൂടി സ്കാൻ ചെയ്യണം. സ്കാനിങ്ങിന്റെ റിസൾട്ട് വാങ്ങാൻ ഞാനും എൻ്റെ മകനും ജീവിത പങ്കാളിയുമാണ് RCCയിൽ പോയത്. RCCയിൽ രോഗിയുടെ കൂടെ ഒരാളെ കടത്തി വിടുകയുള്ളൂ. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമാണ് റിസൾട്ട് വാങ്ങാൻ പോയത്.
ഞാൻ റിസൾട്ട് വായിച്ചു നോക്കിയില്ല. മകന് വാട്സപ്പ് ചെയ്തു കൊടുത്തു. പെട്ടെന്ന് മകൻ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായെ വിടൂ, കാർഡും കൊടുത്തും വിടൂ, ഞാൻ കയറി വരട്ടെ. അങ്ങനെ അവൻ കയറി വന്നിട്ട് പറഞ്ഞു, അമ്മേ വീണ്ടും പ്രശ്നമാണല്ലോ. അപ്പോഴാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോഴവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് പോയി കരയരുതേ. അങ്ങനെ ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, 18 കീമോയും കൂടി വേണ്ടി വരും. നിങ്ങൾ നേരത്തെ എടുത്ത കീമോ പോലെ അല്ല, ക്രിട്ടിക്കലാണ്. ലങ്സിലും ലിവറിലുമാണ് ഇപ്പോഴ് ക്യാൻസർ വന്നിരിക്കുന്നത്. സ്റ്റേജ് പറഞ്ഞില്ല. രാവിലെ 7:30 മുതൽ വൈകിട്ട് 5:30 വരെ കീമോ ഉണ്ടാകും. അതിനുശേഷം ഒരു ഇഞ്ചക്ഷനും ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് കീമോ എടുക്കണം, ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഓർമ്മയെ 17ാമത്തെ ബാച്ചിൽ ഞാൻ മിസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു, ഞാൻ എല്ലാവരോടും പ്രാർത്ഥനയും ആവശ്യപ്പെട്ടിട്ടായിരുന്നു RCCയിൽ പോയത്. അന്ന് എൻ്റെ മെൻറ്റർ ഡെയ്സി മാഡം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, തിരിച്ചു വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് റിസൾട്ട്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, റിസൾട്ട് ഒന്ന് ഇട്ട് തരണേ. എൻ്റെ ഒരു മകൻ റേഡിയേഷൻ ഡോക്ടറുണ്ട്. ഞാൻ റിസൾട്ട് ഇട്ട് കൊടുത്തു. പിന്നീട് സ്റ്റേജ് ചോദിച്ചപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്ത് തന്നെയായാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ ഡോക്ടറിൻ്റെ വോയിസ് മെസ്സേജ് എനിക്ക് ഇട്ട് തന്നു. അതിനകത്ത് ഇപ്രകാരമായിരുന്നു, ക്രിട്ടിക്കലാണ്, 4th സ്റ്റേജ് ആണ്, ലങ്സിലും ലിവറിലുമാണ്, എത്രയും പെട്ടെന്ന് RCCയിൽ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വികാരി അച്ഛനോട് വിവരം പറഞ്ഞു. അച്ഛൻ പിറ്റേ ദിവസം തന്നെ വന്നു. എനിക്ക് രോഗീലേപനവും വിശുദ്ധ കുർബാനയും തന്നു. എന്നിട്ട് അച്ഛൻ എനിക്കൊരു ഉറപ്പ് തന്നു, ചേച്ചി നാളെ മുതൽ ദിവ്യബലി അർപ്പിക്കുന്നത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയായിരിക്കും. എന്നിട്ട് അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, ആ ചേച്ചിയുടെ നില ഗുരുതരമാണ്, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച കീമോയ്ക്കായി RCCയിൽ പോയി. ആ ഒരാഴ്ച എനിക്ക് കീമോ എടുത്തു. എൻ്റെ നില വളരെ ഗുരുതരമായി മാറി. അതുകൊണ്ട് അവർ വീണ്ടും കീമോ ചെയ്തില്ല, എന്നെ തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ പരുമല സെന്റ് ഗ്രിഗോറീസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറും പറഞ്ഞു, ഇപ്പോൾ കീമോ ചെയ്യുന്നത് അപകടമാണ്, ലിവറിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഗ്യാസ്ട്രോയെ കാണുക എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ കൊല്ലം മെഡിസിറ്റിയിലെ ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു. അവിടെയും എനിക്ക് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കീമോ ചെയ്യുന്ന അപകടമാണ്, എന്നാൽ കീമോ ചെയ്യാതിരിക്കാനും പാടില്ല, അതുകൊണ്ട് എന്തും വരട്ടെ, ഞാൻ നിങ്ങൾക്ക് ലെറ്റർ തരാമെന്ന്. അങ്ങനെ എനിക്ക് ആ ഡോക്ടർ ലെറ്റർ തന്നു. RCC പോയി 50% കീമോ തന്നു. അങ്ങനെ 18 കീമോ എനിക്ക് പൂർത്തിയാക്കി. 2025 ഓഗസ്റ്റ് മാസം ഞാൻ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആ കീമോ ചെയ്യുമ്പോഴൊക്കെയും പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ കീമോയ്ക്കും ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ തിരുരക്തം എൻ്റെ ശരീരത്തിലേക്ക് ഒഴുക്കി എനിക്ക് സൗഖ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് ജീവൻ തന്നു. വീണ്ടും ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം 18ാമത്തെ ബാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. പത്തനാപുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ച് മിസ്സിയോയുടെ ഫിസിക്കൽ കോഴ്സ് നടത്തപ്പെടുന്നുവെന്ന്. ഞാൻ ആ ഫിസിക്കൽ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തു. ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുത്തു. എൻ്റെ ഇടവകയുടെ അടുത്ത് തന്നെയാണ് പത്തനാപുരം ആനിമേഷൻ സെന്ററും. അപ്പോഴേ ഞങ്ങളുടെ വികാരിയച്ഛൻ അവിടെ ഇനാഗുറേഷന് വന്നിരുന്നു. അപ്പോഴെന്നോട് ചോദിച്ചു, ചേച്ചി ഈ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഞാൻ കീമോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നോക്കട്ടെ അച്ഛാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് ആ ഫിസിക്കൽ കോഴ്സ് പൂർണ്ണമായും പങ്കെടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ആ കോഴ്സിൻ്റെ അവസാന ദിവസം മിസ്സിയോ ടീമുമായി എനിക്ക് മിസ്സിയോ ഭവനിൽ പോകുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. പോകും വഴി ആനിമേറ്റർ അച്ഛൻ്റെ അടുത്ത് പോവുകയും അച്ഛൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം ഞാനും അലിസുട്ടി ആൻറ്റിയും എമ്മാവുസിൽ മുൻ കോർഡിനേറ്റേഴ്സിൻ്റെയും മുൻ KCC മെമ്പേഴ്സിൻ്റെയും സംഗമത്തിൽ പങ്കെടുക്കാൻ പോയതും ടോജി അവിടെ ഞങ്ങളെ കൊണ്ട് ആക്കിയതും ഒക്കെയും ഞാൻ ഇന്നും ഓർക്കുന്നു. അതിനുശേഷം 2025 നവംബറിൽ ഞാൻ പെറ്റ് സ്കാൻ എടുത്തു. റിസൾട്ട് വന്നു. എൻ്റെ ക്യാൻസർ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു.
ദൈവത്തിന് നന്ദി. സങ്കീർത്തനം 118:17 ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് എനിക്ക് വീണ്ടും ജീവൻ തന്നു. അങ്ങനെ ഞാൻ മിസ്സിയോയുടെ 15 മുതൽ 19 വരെയുള്ള ബാച്ചുകളിൽ പങ്കെടുത്തു. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ചിലപ്പോഴൊക്കെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ കിടന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. എങ്കിലും ഞാൻ ഒരിക്കലും മുടക്കം കൂടാതെ പങ്കെടുക്കുമായിരുന്നു, വചനവിചിന്തനം ചെയ്യുമായിരുന്നു, വേർഡ് ഓഫ് ദ റിഫ്ലക്ഷനും പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് കൂടുതൽ അറിയുവാൻ സാധിച്ചു. ദൈവം എന്നെ കൈവിട്ടില്ല, എന്നെ കരുതുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സ്നേഹവും കരുതലും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഈ 7 സത്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ കോഴ്സിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിയുകയും ആ സ്നേഹം ഞാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും മറ്റുള്ളവരെ ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് വേണ്ടി അനേകം മക്കൾ പ്രാർത്ഥിച്ചു. പ്രയർ പാർട്ട്നേഴ്സിലൂടെയും ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെയും പരിചയപ്പെട്ട മക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർക്കെല്ലാം ഈ സമയം ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന്റെ സ്നേഹവും കരുതലും കൂടുതലായി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമീൻ. താങ്ക് യു റോസ്മേരി ചേച്ചി. സ്ലൈഡ് പ്രസന്റേഷനായി പ്രൊഫസർ ലിസമ്മ കോശി. ലിസമ്മാനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവപിതാവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവപിതാവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് പൗലോ സാറും അതുപോലെ റോസ്മേരി ചേച്ചിയും നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ദൈവം എത്ര അധികമായി, എത്ര വ്യക്തിപരമായി ഓരോരുത്തരെയും സ്നേഹിക്കുന്നുവെന്ന് നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ കഷ്ടതയിലും ആ ദൈവസ്നേഹം വളരെ തീക്ഷ്ണമായിട്ട് അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എത്ര അധികമായിട്ടാണ് ആ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചതെന്നും റോസ്മേരി ചേച്ചി നമ്മളോട് പങ്കുവെച്ചു. സ്നേഹമുള്ളവരെ, ദൈവ സ്നേഹം തന്നെയാണ് ദൈവം നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നുമില്ലാണ്ട് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണമെന്നും അത് മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവെച്ച് ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്നുമാണ്. സ്നേഹമുള്ളവരെ, ഈ ദൈവപിതാവിൻ്റെ ഈ ആഗ്രഹം ഓരോ വ്യക്തിയിലൂടെയും പൂർത്തീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. ദൈവം എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു. വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും ദൈവം അറിയുന്നു. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മനസ്സിലാക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ദൈവം എൻ്റെ ഇന്നലകളെ അറിയുന്നു. എൻ്റെ ഇന്ന് എന്താണെന്നുള്ള ദൈവത്തിന് നന്നായിട്ടറിയാം. എന്ന് മാത്രമല്ല, എൻ്റെ നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നു, ഞാൻ എന്തായിരിക്കുമെന്നും ദൈവപിതാവ് നന്നായി അറിയുന്നു. അങ്ങനെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മനസ്സിലാക്കുന്ന
ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വായെയും പുറത്താക്കിയത് പോലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മളോടിപ്പോൾ പൗലോസ് സാറ് പങ്കുവച്ചു. സ്നേഹമുള്ളവരെ, ആദ്യ മാതാപിതാക്കന്മാര് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. എന്നാൽ അവരെ ആ പറുദീസായിൽ നിന്ന് ദൈവം പുറത്താക്കിയത് അവർ നിത്യനാശത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം അവർ ഭക്ഷിച്ചാല് അവർ നിത്യനാശത്തിലേക്ക് വീണു പോകും എന്നറിയാവുന്ന ദൈവം അവരെ പറുദീസായിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. അതാണ് ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇനിയും പൂർവ്വപിതാവായ ജോസഫിന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ജോസഫ് എന്നെ ഈജിപ്തിൽ എത്തുന്നു. ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരത്തിലെ അധിപതിയായിട്ട് ജോസഫ് വാഴുന്നു. ആ സമയത്ത് കടുത്ത ക്ഷാമം ഉണ്ടായി. ജോസഫിന്റെ സഹോദരങ്ങള് അവിടെ എത്തുകയാണ് ധാന്യം ശേഖരിക്കാനായിട്ട്. ഈ സഹോദരങ്ങളെ കാണുമ്പോൾ ജോസഫിന്റെ മനസ്സിൽ ഒരു ദേഷ്യമോ സ്നേഹക്കുറമോ ഒന്നും ഉണ്ടാകുന്നില്ല. തന്നെ കുറിച്ചുള്ള ആ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ ജോസഫ് സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. അതാണ് ഉൽപ്പത്തി 45:7 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ദൈവത്തിന്റെ ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദരങ്ങളോട് സ്നേഹത്തോടെയും കരുണയോടെയും ഇടപഴകാനായിട്ട് ജോസഫിന് സാധിച്ചു എന്നുള്ളതാണ് വചനം നമ്മളോട് പറഞ്ഞു തരുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 33:17 പറയുന്നത്, അവിടെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം മോശയോട് പറയുമ്പോൾ മോശ ആകെ പകച്ചു പോവുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോശയോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് മോശയോട് ആവശ്യപ്പെടുമ്പോൾ മോശ പറയുന്നു, എനിക്കിതിന് കഴിവില്ല. സീനായ് മലയിൽ നിന്ന് മോശ ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെല്ലാം മറുതലിച്ച് നിൽക്കുമ്പോൾ പകച്ചു നിൽക്കുന്ന മോശ കർത്താവിനോട് പറയാണ്, നീ എൻ്റെ കൂടെ ആരെങ്കിലും അയച്ചാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. അപ്പോൾ കർത്താവ് മോശയോട് പറയുന്നു, നീ ആവശ്യപ്പെട്ട ഇക്കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ട് അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവസ്നേഹം. ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് മോശയെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സജീവ സാന്നിധ്യം എപ്പോഴും മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയില് അഗ്നിസ്തംഭമായിട്ടും അതുപോലെ അവർക്ക് കുടിക്കാനായിട്ട് പാറയിൽ നിന്ന് ജലം കൊടുത്തുകൊണ്ടും വിശക്കുന്ന സമയത്ത് കാടപ്പക്ഷിയെയും മന്നയും നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 16:35 വചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. അപ്പോൾ ഒരു ദിവസം പോലും അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവാണ്ട് അവരുടെ കൂടെ നടന്ന് അവരെ സ്നേഹിക്കുന്ന കരുതലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ച് അവര് ദൈവത്തിനെതിരായിട്ട് പിന്തിരിഞ്ഞപ്പോഴും അവരുടെ കൂടെ നടന്ന് അവരെ കരുതുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോഷുവയുടെ കൂടെയും ജോഷുവയെയും മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ജോഷുവയാണ് എന്നുള്ളത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്.
ആ ജോഷുവ 1:5 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ജോഷുവ സമ്മതം നൽകുമ്പോൾ ആ ജോഷുവയുടെ കൂടെ നടന്നുകൊണ്ട് ജോഷുവയെ ഈ ജനത്തെ നയിക്കാനായിട്ടുള്ള ആ ഒരു ശക്തി പകർന്നു കൊടുക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 139:16 നമ്മൾ മുമ്പേയും കേട്ടതാണ്. എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. വീണ്ടും യെശയ്യാ 49:16 വചനം പറയുകയാണ്: ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഉള്ളം കൈ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ ഉള്ളം കൈയാണ്. അപ്പൊ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പേര് തൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിക്കൊണ്ട് ആ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ആ സ്നേഹമയായിട്ടുള്ള ദൈവത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ ആഴത്തിൽ നമുക്ക് ആ ദൈവസ്നേഹം തിരിച്ചറിയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജെറമ്യ 29:11 വചനം പറയുകയാണ്: നമുക്കായിട്ട് നല്ല പദ്ധതി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. അതായത് വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. റോസ്മേരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി, സഹനത്തിലൂടെ കടന്നുപോയി, രോഗത്തിലൂടെ 2 പ്രാവശ്യം ക്യാൻസർ വന്നു. പക്ഷേ ഇതെല്ലാം ആ വ്യക്തിയെ രൂപപ്പെടുത്താനായിട്ട് കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിൽ നിറച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റുകയാണ്. അതായത് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ചിലപ്പോൾ കഷ്ടതയിൽ കൂടെയുള്ള വഴിയായിരിക്കാം, പക്ഷേ അത് നമ്മുടെ ക്ഷേമത്തിനുള്ളതാണെന്നുള്ളത് വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ജെറമ്യ 31 വചനത്തിൽ പറയുകയാണ്: വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്, ദൈവത്തിന്റെ വിശ്വസ്തത അചഞ്ചലമാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന കരുതലുള്ള ദൈവമാണ്. വീണ്ടും യെശയ്യാ 49:15 വചനം അവിടെ പറയുകയാണ്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? നമുക്കറിയാം, ഒരമ്മ കുഞ്ഞിനെ എത്ര സ്നേഹത്തോടെയാണ് കരുതുന്നത്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും കുഞ്ഞിനൊരു കേടുപാടും വരില്ലെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് 99%. അങ്ങനെയുള്ള ഒരമ്മ എത്രയാണ് കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ സ്നേഹം എന്നാണ് യെശയ്യാ 49:15 വചനം പറയുന്നത്. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതെ പ്രിയപ്പെട്ടവരെ, അമ്മ ഒരു കുഞ്ഞിനെ മറന്നാൽ പോലും ദൈവം നമ്മളെ മറക്കില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ ഒരു ബോധ്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. അതെ, ഓസിയ 11:3 വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാരമാണ്: ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. അതായത്
കുഞ്ഞുങ്ങളെ അമ്മ കരങ്ങളിലെടുത്ത് ലാളിക്കുന്നത് പോലെ, സ്നേഹിക്കുന്ന പോലെയാണ് ദൈവപിതാവ് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് കരങ്ങളിലെടുത്ത് സ്നേഹിക്കുന്നത്. വീണ്ടും യെശയ്യാ 40:11 വചനം പറയുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിലെടുത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ഒരിടയൻ തൻ്റെ ആടുകളെ എപ്രകാരമാണോ നയിക്കുന്നത്? കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് തള്ളയാടുകളെ നയിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ പരിപാലിക്കുന്ന ദൈവമാണ് ദൈവപിതാവ് എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഹോസിയ 11:3 വചനം പറയാണ്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. അതായത് ദൈവത്തിന്റെ ആ കരുതലുള്ള സ്നേഹമാണ് ഈ വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും യെശയ്യാ 30:21 വചനം പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കുന്നു, ഇതാണ് വഴി, ഇതിലേ പോവുക. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴികൾ അത് സ്നേഹത്തിന്റെ വഴികളാണ്. ആ വഴിയെ നടക്കാനായിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്. ആ വഴിയെ നടക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്നും ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്നും ദൈവം കൂടെയുണ്ട്, കൂടെയുള്ളപ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട എന്നും വചനം നമ്മളോട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ന്യായമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, ഒരുപക്ഷെ ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? അതായത് നന്മ ചെയ്യുന്നവരെയാണോ, പാപികളെയാണോ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ, ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ആരെയായിരിക്കും ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുക? ഈ ചോദ്യത്തിന് ഉത്തരം ദൈവം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ദൈവം പറയുകയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. അതെ, ദൈവത്തിന്റെ സ്നേഹത്തിന് കൂടാനോ കുറയാനോ സാധിക്കുകയില്ല. ദൈവം എല്ലാവരെയും അതിൻ്റെ പൂർണ്ണതയിലാണ് സ്നേഹിക്കുന്നത്. കാരണം ദൈവം പൂർണ്ണതയാണ്. ദൈവസ്നേഹത്തിന് കുറയാനോ കൂടാനോ സാധിക്കുകയില്ല. ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് തൻ്റെ സർവശക്തിയോടും കൂടിയാണ്. ദൈവപിതാവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്നാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ ദൈവസ്നേഹത്തിന് തടസ്സമായിട്ട് നമ്മളുടെ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പ്രത്യേകമായിട്ടും നമുക്ക് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യക്കുറമോ ദേഷ്യമോ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവപിതാവിന്റെ ഈ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്നോട് ആർക്കെങ്കിലും വിരോധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചതായിട്ട് ഉള്ള അനുഭവമുണ്ടോ, എൻ്റെ പ്രവൃത്തി അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, എന്നാൽ അവരോടൊക്കെ ഒന്ന് ക്ഷമ പറഞ്ഞ് ഒന്ന് സ്നേഹത്തിലായി രമ്യതയിലായി ആ ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്കതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായിട്ടും കൂടി പരിശ്രമിക്കാം. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, പ്രത്തേലി തൂത്തി, അതായത് എല്ലാവരും സഹോദരരാണ്, ഭൂമി നമ്മുടെ പൊതുഭവനമാണ്. സ്നേഹമുള്ളവരെ, ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സന്തോഷത്തോടെയും
ആനന്ദത്തോടെയും സമൃദ്ധിയിലും ജീവിക്കാനുള്ള ഒരിടമായിട്ടായിരിക്കണം സൃഷ്ടിച്ചേക്കുന്നത്. അതായത് ഈ ലോകത്തെ സമ്പത്ത് എല്ലാ മനുഷ്യർക്കും ഇവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാനും മാത്രം ഉതകുന്നതാണ്. എന്നാൽ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയാണ്ട് വേലിക്കെട്ടുകൾ കെട്ടി ഓരോരുത്തരും അതിലേറ്റക്കുറച്ചുകൾ ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, തിരിച്ചറിയാം, ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ എല്ലാവരും സമൃദ്ധിയുടെ ഒരു ജീവിതം നയിക്കണമെന്നാണ്. എല്ലാവരും പരസ്പരം സഹോദരങ്ങൾ എന്നുള്ള തിരിച്ചറിവോടെ ഭൂമി പൊതുഭവനം എന്നുള്ള ബോധ്യത്തില് നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ആഘോഷമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ലിസമാലി. കുറച്ച് അനൗൺസ്മെന്റ്സ് ഉണ്ട്. അവരവരുടെ സബ് ഗ്രൂപ്പുകൾ എല്ലാവർക്കും ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സബ് ഗ്രൂപ്പിൽ ചേർത്തപ്പോൾ പലരുടെയും ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിൽ വന്നു കിടപ്പുണ്ട്. അത് accept ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ആഴ്ച മുതൽ ഓൾറെഡി സബ് ഗ്രൂപ്പ് മീറ്റിംഗുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങൾ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജ് ആയി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണമേ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് മെയ് 11 മുതൽ 16 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 അടുത്ത നമ്പർ 70125745557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മെയ് മാസം 12 മുതൽ 16 വരെ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് തോമസിൽ വെച്ച് മിസിയോ ടീമിന്റെ നേതൃത്വത്തിൽ വചന പ്രഘോഷകർക്ക് വേണ്ടി മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദയവായി താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9496038700. ഏപ്രിൽ മാസം 27 മുതൽ മെയ് 2 വരെ വയനാട് മീനങ്ങാടിയിൽ വെച്ച് ബദനി സിസ്റ്റേഴ്സിനും അൽമായർക്കും വേണ്ടി മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി സിസ്റ്റർ അൽഫോൺസയുമായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. 9496134592. മെയ് മാസം 4 മുതൽ 9 വരെ ജഗദൽപൂർ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് ഹിന്ദിയിൽ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. മെയ് മാസം 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് ഇംഗ്ലീഷിൽ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9061954230 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ വന്ന് 1-2 ദിവസം താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയൽ ആയിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷൻ ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന തരത്തിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെന്റേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട റിസോഴ്സ് ഡോക്ടർ AJ അഗസ്റ്റിൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂർ സമയം ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തെപ്പറ്റി പൗലോസിലൂടെയും ലിസമ്മ ടീച്ചറിലൂടെയും നമ്മുടെ സാക്ഷ്യം തന്ന റോസ്മേരി ചേച്ചിയിലൂടെയും ഒക്കെ നാം കേൾക്കുകയായിരുന്നു. നമ്മളോട് ഇവരൊക്കെ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ദൈവം സ്നേഹമാണ്. ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നാം ആ സ്നേഹം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം അത് അനുഭവിച്ചാൽ മാത്രം പോരാ, മറിച്ച് ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് നാം ഇന്ന് കേട്ടത്. ദൈവസ്നേഹമാണെന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും വചനപ്രഘോഷകരിലൂടെയും നമ്മുടെ ആത്മീയ പിതാക്കന്മാരിലൂടെയും പുരോഹിതരിലൂടെയും സന്യസ്തരിലൂടെയും ആത്മായ പ്രേക്ഷിതരിലൂടെയും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ സ്നേഹം എത്ര ആഴമുള്ളതാണെന്ന് നാം സ്ലൈഡ് പ്രസന്റേഷനിലെ വിവിധങ്ങളായ ഘട്ടങ്ങളിലെ ദൈവം അവരെ കരുതിയതും സ്നേഹിച്ചതും ഒക്കെ കേട്ടപ്പോഴേ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ സ്ലൈഡ് പ്രസന്റേഷനിൽ ചോദിച്ചതുപോലെ ദൈവം ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക? പാപം ചെയ്തവരെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരെയാണോ? അതോ ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? നാം കേട്ടത്, നാം വിശ്വസിച്ചേ മതിയാവൂ. ദൈവം എല്ലാവരെയും തൻ്റെ സർവശക്തിയോടും കൂടി അവരായിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അതിനു മുമ്പ് താൻ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആശ്വാസകരമായ, നമുക്ക് ഇങ്ങനെ നമ്മെ കരുതുന്ന ഒരു അപ്പച്ചൻ സ്വർഗത്തിലുണ്ട് എന്നുള്ള ആ വിശ്വാസം തീർച്ചയായും നമ്മയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ദൈവസ്നേഹത്തെ അറിഞ്ഞ് അത് അനുഭവിക്കുവാനായിട്ട് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഒരു ചോദ്യമുള്ളിൽ വന്നിട്ടുണ്ടാവാം. അതിന് കാരണവും സൈഡ് പ്രസന്റേഷൻ നടത്തിയ ലിസമ്മ ടീച്ചർ നമ്മളോട് പറഞ്ഞു, നമുക്ക് ചിലരോടൊക്കെ ഒരു വെറുപ്പോ വിദ്വേഷമോ സ്നേഹമില്ലായ്മയോ പകയോ അവരോടിനിയും ഒരു തരത്തിലും യോജിച്ചു പോവാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ നാം വിചാരിച്ചു വെച്ചിട്ടുണ്ടാവാം. ദൈവത്തിന്റെ സ്നേഹം ഒരു അരുവിയാണെന്ന് കരുതിയാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത്, ആ അരുവി എന്നിലേക്ക് ഒഴുകി വരാനായിട്ട് ഉള്ള തടസ്സമെന്ന് ഞാൻ കരുതുന്നത് ഇതൊക്കെയാണെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ വരുന്ന ആഴ്ചയിലെ നമുക്കൊരു പേപ്പറൊക്കെ എടുത്ത് അതിനകത്തൊന്ന് എഴുതി നോക്കാം. ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആരോടൊക്കെ ഇപ്പോഴും പകവെച്ചു മുന്നോട്ട് പോകുന്നുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത തരത്തില് എന്നോട് ദ്രോഹം ചെയ്തിട്ടും അവർക്ക് വേണ്ടി മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് സാധിച്ചില്ലല്ലോ ദൈവമേ. അപ്പൊ നമ്മുടെ പ്രത്യുത്തരം വളരെ പ്രധാനമാണ്. ദൈവ സ്നേഹമാണെന്ന് നാം വിശ്വസിച്ചതുകൊണ്ട്, നാം അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഈ വരുന്ന ഒരാഴ്ച നമുക്ക് തീർച്ചയായിട്ടും അതിന് ഒന്നൊരുങ്ങാനുള്ള സമയമാണ്. എനിക്ക് ഈ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ആ ചാല് അങ്ങോട്ട് കൃത്യമായി ഒഴുകി വരാത്തത് ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ പ്രത്യുത്തരമായിട്ട് നമുക്കതിനെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. വീണ്ടും സ്നേഹമുള്ളവരെ, ഈ വരുന്ന ആഴ്ചയിലെ വേർഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആ അനന്തമായ സ്നേഹം നാം ഇന്ന് കണ്ടതിനപ്പുറത്തൊക്കെ വചനത്തിലെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുവാനും വായിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും ദൈവത്തെ കൂടുതലായിട്ട് ആ സ്നേഹത്തെ അറിയുവാനും
നമുക്ക് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ ആയാൽ നമ്മൾ ഈ കേട്ടതൊക്കെ നമുക്ക് ഗുണകരമായിട്ട് മാറും. വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞില്ലേ, ഇത് ഭൂമി എന്ന് പറയുന്നത് ഒരു പൊതുഭവനമാണ്, നിങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരാണ്, ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല, പക്ഷെ നിങ്ങളായിട്ട് ചില മതിലുകളൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവരനെ സ്നേഹിക്കുവാൻ നാം തുടങ്ങും. അങ്ങനെ സ്നേഹിക്കുമ്പോഴായിരിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, അവരെല്ലാം പൊതുവായി കരുതി. അവരുടെ കഷ്ടപ്പാടുണ്ടായിരുന്നവരാരും ഉണ്ടായിരുന്നില്ല. കാരണം ആ ജനത്തെ കണ്ടിട്ട് അന്ന് ജീവിച്ചിരുന്ന ചുറ്റുമുള്ളവർ പറയുകയാണ്, ഇവരേതോ പുതിയ ഒരു സംസ്കാരത്തിലൂടെ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നു, എങ്ങനെയാണ് ഇത് സാധിക്കുക? നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുകയാണ് എല്ലാം പൊതുവായി കരുതുന്ന അപ്പസ്തോല പ്രവർത്തനത്തിലെ നമ്മുടെ ആ ഭാഗമൊക്കെ. അതുപോലെ ജീവിക്കാൻ, ഹാലോലിയ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആഴ്ചയിലെ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അയവിറക്കുവാനും, ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒരു പ്രാവശ്യം കൂടി ആ സ്ലൈഡ് പ്രസന്റേഷനും ആ നമ്മുടെ പ്രഘോഷണവും ഒക്കെ കേൾക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിലെ ആഴപ്പെടുത്തുവാനും അവന്റെ ആ സ്നേഹം ഒരു തടസ്സവുമില്ലാതെ നമുക്ക് അനുഭവിക്കുവാനും, അങ്ങനെ അനുഭവിക്കുന്ന സ്നേഹത്തെ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. താങ്ക് യു അക്സിജേട്ട. ക്ലോസിംഗ് മെസ്സേജും ബ്ലെസ്സിങ്ങും നൽകുന്നത് റവർ ഫാദർ മാത്യു പുതിയത്ത് അച്ഛനാണ്. അച്ഛൻ കമ്മീഷൻ ഫോർ ഫെയ്ത്ത് ഫോർമേഷൻ സെക്രട്ടറി ആണ്. ഫെയ്ത്ത് മിനിസ്ട്രി കൊച്ചിൻ ഡയസിന്റെ ഡയറക്ടറാണ്. ലിറ്റിൽ വേ അസോസിയേഷൻ കൊച്ചിൻ ഡയറക്ടർ. ഒത്തിരി ഉത്തരവാദിത്ത മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന അച്ഛനാണ്. ഏറെ സ്നേഹത്തോടെ അച്ഛനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആദ്യം ആശംസിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ പോയ 1 മണിക്കൂർ നേരമായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച്, സുവിശേഷ സത്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായ ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ നേരം അത്രയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് ഒരു 5 വർഷം മുൻപാണ് ഞാൻ കെറിഗ്മ എന്ന കോഴ്സിൽ, റെസിഡൻഷ്യൽ കോഴ്സിൽ ഞാൻ പങ്കെടുത്തത്. ആ ഒരു കോഴ്സിൽ പങ്കെടുത്ത നാൾ മുതൽ ഒരുപാട് ദൈവ അനുഭവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് വളരെയേറെ സാധിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയും ഇനിയും തുടർന്നും ദൈവസ്നേഹത്തെ അനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഏതൊരു വേദിയിലും എനിക്ക് സാധിക്കും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. ഈ അവസരത്തില് മെസ്സിയോ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഹോക്മയുടെ അല്ലെങ്കിൽ കെറിഗ്മയുടെ ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസ പരിശീലകരായും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ എത്രമാത്രം നിസ്സാരമായ കാര്യങ്ങളിൽ കൂടെ പോലും ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാനും അത് പ്രഘോഷിക്കുവാനായിട്ടും സാധിക്കും എന്നുള്ളത് ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഒരു കെറിഗ്മ എന്നുള്ള ഒരു വലിയൊരു സത്യത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോ ഇന്ന് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ്. തുടർന്നും ഈ ഒരു കോഴ്സിൽ പങ്കുചേർന്നുകൊണ്ട് കൂടുതൽ ദൈവാനുഭവം പങ്കുവയ്ക്കുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുവാനായിട്ടുള്ളത്.
ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവയ്ക്കുവാനായിട്ട് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സ്നേഹം എത്ര അധികമാണെന്നും ദൈവത്തിന്റെ പദ്ധതികൾ എത്രമാത്രം പ്രധാനമാണ് എന്നും ഉള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു അനുഭവമുണ്ട്. എനിക്ക് വലിയൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി. ആ നേരത്ത് ബോധമില്ലാതെ ഞാൻ കിടന്ന അവസരത്തില് എന്നെ സഹായിക്കുവാനായിട്ടോ എന്നെ ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ടോ ആരുമില്ലാതിരുന്ന ഒരു നേരത്ത് എവിടെയോ നിന്നൊരു ദൈവദൂതനെ പോലെ ഒരു മനുഷ്യനെ എൻ്റെ അടുക്കിലേക്ക് അയക്കുകയും ആ മനുഷ്യൻ ഞാനൊരു വൈദികനാണെന്ന് തിരിച്ചറിയുകയും കാണാതെ നിന്നിരുന്ന എൻ്റെ ജാക്കറ്റിനുള്ളിലായിരുന്ന ലോഹയുടെ തുമ്പ് കണ്ടുകൊണ്ട് അദ്ദേഹം ഇതൊരു അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് എന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. അതിലൂടെ ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ടും പിന്നീട് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ടും സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ആ ഒരു മനുഷ്യൻ സാധിച്ചു. പിന്നീട് ഞാനത് മനസ്സിലാക്കിയത്, ഞാൻ ഇന്നൊരു പൗരോഹിത്യ ജീവിതത്തില് 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവം എൻ്റെ കൂടെ എന്നെ തോളിലേറ്റി അവിടുന്ന് എന്നെ നയിക്കുന്നു എന്നുള്ള ഒരു ദൈവത്തിന്റെ വലിയ സ്നേഹം എന്നോട് എത്രമാത്രം, എൻ്റെ കുറവുകളോ എൻ്റെ പോരായ്മകളോ എൻ്റെ പാപാവസ്ഥകളോ ഒന്നും ഓർക്കാതെ അല്ലെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ ആ വലിയ സ്നേഹം ഞാൻ അവിടെ തിരിച്ചറിയുകയായിരുന്നു ആ നേരങ്ങളിലൊക്കെ. പിന്നീട് ഏതൊരു അവസരത്തിലും ഞാൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ഞാൻ എപ്പോഴും ഓർത്തെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കോഴ്സ്, റെസിഡൻഷ്യൽ കോഴ്സ് കൂടിയപ്പോഴാണ് എനിക്കത് കുറെ കൂടി വ്യക്തമാകുവാനായിട്ട് എനിക്ക് സാധ്യമായത്. അതിനുശേഷം പിന്നീട് ഏതൊരു അവസരത്തിലും ഏതൊരു വേദിയിലും എനിക്കത് പങ്കുവയ്ക്കുവാനായിട്ട്, സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ അതെല്ലാം ദൈവത്തിന്റെ വലിയ കൃപയാണ്, ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ്, നമ്മളോടുള്ള അതിരറ്റ, അളവറ്റ അല്ലെങ്കിൽ വ്യവസ്ഥകളൊന്നും കൂടാതെയുള്ള ദൈവത്തിന്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹം, അതുപോലെ അത് ഏറ്റവും അടുത്ത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം എനിക്ക് മാത്രമല്ല, നിങ്ങളിൽ ഓരോരുത്തർക്കും എന്നും അത് ഉണ്ട് എന്നുള്ളതും അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊക്കെ പങ്കുവയ്ക്കുവാനായിട്ടോ പ്രഘോഷിക്കുവാനായിട്ടോ സാക്ഷ്യപ്പെടുത്താനായിട്ടോ നമ്മളൊക്കെ മറന്നുപോകുന്നു, അല്ലെങ്കിൽ മടി കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മടിയും ഈ ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഈ ഒരു മറന്നുപോകലും ഒക്കെ നമ്മൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ KRCBCയുടെ വിശ്വാസ പരിശീലന കമ്മീഷന്റെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇത് കേരളത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിലും ഇതൊരു വിശ്വാസ പരിശീലകരായിട്ടുള്ള അവർക്ക് വേണ്ടി ഒരു കോഴ്സ് കൊടുക്കുവാനായിട്ട് കൂടി തന്നെയുള്ള ഒരു ആലോചനയിലും അതിന്റെ ഒരുക്കത്തിലുമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വ്യവസ്ഥകളില്ലാതെ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എവിടെയൊക്കെ നമുക്ക് പ്രഘോഷിക്കുവാനായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നുവോ അവിടെയൊക്കെ നമ്മൾ പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിച്ചറിയുകയും തിരിച്ചറിയുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുക. അപ്പോ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോടും പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല, കൂടുതൽ നിറഞ്ഞ സ്നേഹത്തോടുകൂടെ, നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കാം. അത് എൻ്റെ അടുത്ത് നിന്ന് തന്നെ ആവണം, അത് എന്നിൽ നിന്ന് തന്നെ ആവണം, എൻ്റെ കുടുംബത്തിൽ നിന്നാവണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രഘോഷണം എൻ്റെ ഭവനത്തിൽ നിന്നും ആരംഭിക്കണം. മതബോധന അധ്യാപകരോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിലോ ഒക്കെ കിട്ടുന്ന 1.5 മണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നീളുന്ന ഒരു സമയത്തിൽ മാത്രമല്ല, ഇതെന്റെ ഓരോ ദിവസം മുഴുവനും 24 മണിക്കൂറും എനിക്കിത് പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം. അത് ചിലപ്പോ ക്ലാസ്സുകളിലാവണമെന്നില്ല,
അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പോകുന്നിടത്ത് ആവണമെന്നില്ല, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലും നമ്മുടെ യാത്രയിലോ ബസ്സിലോ എവിടെയാണെങ്കിലും ഇത് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റെ അടുത്ത് വരുന്ന ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരു എനിക്കൊരു അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യനോട് കൂടിയാണെങ്കിൽ പോലും ആ വ്യക്തിയോട് എനിക്ക് എൻ്റെ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് അത് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ എടുക്കണം. ഏതൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നാലും അവനോട് ഈ ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യഥാർത്ഥ ഒരു അപ്പോസ്തല ദൗത്യം അല്ലെങ്കിൽ പ്രേക്ഷിത ദൗത്യം നമുക്ക് നിറവേറ്റുവാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനുള്ള കരുത്ത് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള വലിയൊരു സാക്ഷ്യം തന്നെയാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. നിങ്ങൾ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെടുന്നവരാകാം, വ്യത്യസ്തമായ ഇടങ്ങളിൽ നിങ്ങൾ സേവനം ചെയ്യുന്നവരാകാം. എവിടെയാണെങ്കിലും നമ്മളായിരിക്കുന്നിടത്ത് ഈ ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ടുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് കൃത്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ കൈകളൊക്കെ നമുക്കൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വലിയ പദ്ധതികളാണല്ലോ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ, കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലങ്ങളിലായിരിക്കുന്നെങ്കിലും പഠന ഇടങ്ങളിലായിരിക്കുന്നെങ്കിലും എവിടെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ നിന്റെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നല്ല ചിന്തകൾ, ഞങ്ങൾക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഒക്കെയുള്ള അവസരങ്ങൾ തന്നെ തരുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ മിസ്സിയോ കുടുംബത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളവർക്ക് ഈ സുവിശേഷ ചൈതന്യം പങ്കുവയ്ക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനോർത്ത് ഈ ഒരു ടീമിനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആയിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ചും അങ്ങേക്ക് വലിയ പദ്ധതികളുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ പദ്ധതികളൊക്കെയും നിറവേറപ്പെടുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, നിന്റെ വലിയ മാധ്യസ്ഥവും സഹായവും എപ്പോഴും ഞങ്ങളോടും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരോടും ഞങ്ങളുടെ ചുറ്റുമായിരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടാകണം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമേ മാതാവേ, നിന്റെ വലിയ മാധ്യസ്ഥ സഹായവും എപ്പോഴും ഞങ്ങളോടുകൂടെയും ഈ ടീമിനോട് കൂടെയും ഈ ഇതിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടാകാം. നന്മ നിറഞ്ഞ സ്വസ്തി, കർത്താവ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. ഞങ്ങളോട് കാണിച്ച കരുതലിനും സ്നേഹത്തിനും ബ്ലെസ്സിങ്ങിനും ഒത്തിരി നന്ദി. സമാപന ഗാനത്തോടു കൂടി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഇത്രയും സമയം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയിരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ നമ്മെ അനുവദിച്ച ത്രിയേക ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ സെഷനിൽ വിവിധ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടുന്നു,
എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്ക് യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക്